ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫാണ്. ബീഫ് ബിരിയാണി. നമ്മൾ 3/4 കിലോയാണ് ബീഫ് ബിരിയാണിക്ക് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും ഒരേ പീസാണ് നമ്മൾ കട്ട് ചെയ്തിട്ടേക്കുന്നത്. ഇനി നമുക്ക് മസാല പുരട്ടാം, അതിലേക്ക് പോവാം. 1 ടീസ്പൂണാണ് എടുത്തേക്കുന്നത് മസാല, ബീഫ് മസാല. പിന്നെ നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരിയാണ്, എരി കുറവാണ്. നിങ്ങൾ അത് അല്ലാതെ സാധാ മുളക് എടുത്ത് ഇങ്ങനെ ഇടരുത്. ഒരു ടീസ്പൂൺ മസാല ഇറച്ചിക്കൂട്ട്, അത് കൊച്ചു ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല നമ്മൾ 1.5 ടീസ്പൂണാണ് എടുക്കാൻ പോകുന്നത്. 1.5 ടീസ്പൂൺ ഗരം മസാല. ഇന്ന് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർക്കുക. ഇനി നമ്മൾ പാകത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നമ്മൾ പുരട്ടി വയ്ക്കുന്നു. നമ്മളിനി അരപ്പ് പുരട്ടാൻ പോവുകയാണ്. എല്ലാം കൂടെ മിക്സാക്കി ഇനി നമ്മൾ അരപ്പ് പുരട്ടി വയ്ക്കാൻ പോകും. നമ്മളിത് അരപ്പ് പുരട്ടി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് കുക്കറിലോട്ട് മാറ്റാം. കുക്കറിലോട്ട് മാറ്റുവാണ്. നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ചിട്ട് നമുക്ക് എടുക്കാം. കുറഞ്ഞൊരു 6 പിസിലെങ്കിലും വേണം. 6 പിസിൽ എന്നാലേ വേവത്തുള്ളൂ. നമ്മൾ പിന്നെ വെള്ളത്തിൽ വേവിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഒരു 6 പിസിൽ വേവും. 6 പിസിലാകുമ്പോഴത്തേക്ക് നല്ലോണം വേവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് മാറ്റാം. നമ്മൾ ഉള്ളി വറുക്കാനായിട്ട് എടുത്തതാണ് നമ്മൾ 5 സവാള. ഉള്ളി വറുക്കാനായിട്ട് എണ്ണ ഒഴിക്കുവാണ്. നമ്മുടെ ഉള്ളി ചുവന്ന് വന്ന് നമ്മളിനി കോരുവാണ്. നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയാണ് ഇത് ഇത്ര എടുത്തേക്കുന്നത്. തക്കാളിക്ക, സവാള, കാപ്സിക്കം, ക്യാരറ്റ്. നമ്മൾ ഗ്രേവിക്ക് വേണ്ടി ഉള്ളി വഴറ്റുവാണ്. നമ്മൾ ഗ്രേവിക്ക് വേണ്ടി ഉള്ളി വഴറ്റുവാണ്. ഒരു സ്പൂൺ ഗരം മസാല ഇടുവാണ്. ക്യാപ്സിക്കം ഇടുവാണ്. നമ്മൾ ക്യാരറ്റ് ഇടാൻ പോവുകയാണ്. വഴറ്റാൻ ടൊമാറ്റോ ഇടാൻ പോവുകയാണ്. 1.25 ടീസ്പൂൺ മസാല, ചെറിയ ടീസ്പൂണാണ് ഇറച്ചിക്കൂട്ടിൽ ഉപയോഗിച്ചേക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ബീഫ് മസാല, 2 സ്പൂൺ കട്ട തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മുടെ കുക്കർ നമ്മൾ ഇറച്ചി വേവിച്ച് റെഡിയാക്കി വെച്ചേക്കുവാണ്. ഞാനിപ്പോൾ ഇന്നൊരു 8 പീസിൽ അടിച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ ഏകദേശമൊക്കെ വെന്ത് കാണും. ഇനി നമുക്ക് ആവി വേവിക്കാം. ഇച്ചിരി മല്ലിയിലയും കൂടി ഇതിൻ്റെ റെഡിയായി വരാൻ ഇച്ചിരി മല്ലിയിലയും കൂടെ നമ്മൾ ഇട്ട് വയ്ക്കുകയാണ്. നമ്മൾ ചോറ് വയ്ക്കാനായിട്ട് 1 സ്പൂൺ നെയ്യാണ് ഒഴിച്ചത്. 1 സ്പൂണും വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കുറച്ച് എണ്ണയും വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഫിനകത്ത് നമുക്ക് നെയ്യുണ്ട്.
ബീഫായുണ്ട്. ഗ്രാമ്പു, ഏലക്ക, പട്ട, കുരുമുളക്. നമ്മൾ വെള്ളം ഒഴിക്കുവാണ്. ഒരു സ്പൂൺ നെയ്യാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുക്കാനായിട്ട് എടുത്തേക്കുന്നത്. നമ്മൾ 6 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രത്തിലോട്ട് ആക്കുവാണ്. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ എണ്ണ ഒഴിക്കാൻ ഒക്കത്തില്ല. എണ്ണ ഒഴിക്കാത്ത പാത്രമായതുകൊണ്ട് നമ്മൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അടിയിച്ചിരി ചോറിടുന്നത്. ഇറച്ചിയാകുമ്പോൾ അടിക്ക് പിടിച്ച് കരിയണ്ട. ചോറാകുമ്പോൾ നമുക്കത് മാറ്റാമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇറച്ചി ഇടാം. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go through the wastelands. കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുന്നത്. മഞ്ഞപ്പൊടി കലക്കി ഒഴിക്കുന്നത് നമുക്ക് കളർ കിട്ടാനാണ്. നമ്മൾ അടപ്പ വയ്ക്കുവാണ്. ആവി കയറട്ടെ. ആവി കയറി റെഡി ആയിരിക്കുവാണ്. കോരിയതാണ്. അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നല്ല നല്ല ആവി പറക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.